ബിനീഷ് ബാസൻ സാർ വന്നിട്ട് അദ്ദേഹം വന്നിട്ട് പറഞ്ഞതെന്ന് വെച്ചാല് എനിക്കിത് മാറുവാണെങ്കിൽ ഞാൻ ഒരു വ്ലോഗ് ചെയ്യൂട്ടോ. സത്യം പറഞ്ഞ ടു ബി ഫ്രാങ്ക് ഇപ്പൊ പറഞ്ഞ എല്ലാരും കളിയാക്കാം, അന്ന് വ്ലോഗ് എന്താന്ന് പോലും എനിക്കറിയാൻ പാടില്ല. അപ്പൊ ഞാൻ ഓർത്തു, ഞാൻ ഇദ്ദേഹത്തിനെ വിളിച്ചു വെച്ചാൽ ഇദ്ദേഹം വ്ലോഗ് ചെയ്യുന്നു. അത് വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഓർത്തു അങ്ങനെയൊക്കെ എടുക്കാമോ, എനിക്കൊന്നും അറിയില്ല. അപ്പൊ അദ്ദേഹത്തിന് നടുവേദനയായിരുന്നു. അപ്പൊ അത് ഫുള്ള് മാറി. അപ്പൊ ഞാൻ പോലും അറിയാണ്ട് ഞങ്ങളുടെ ഒരു ബോർഡ് ക്ലിനിക്കിന്റെ പുറത്ത് റോഡിന്റെ അവിടെ ദൂരത്ത് ആ ബോർഡിന്റെ അവിടെ നിന്നോണ്ടാണ് ആദ്യം ഇദ്ദേഹം ഇൻട്രോ പറയുന്നത്. 1 രൂപ പോലും മേടിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജെന്യു. അപ്പൊ നമ്മൾ സെലിബ്രിറ്റീസിനൊക്കെ പൈസ കൊടുത്തിട്ടല്ലേ നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. 1 രൂപ അദ്ദേഹം കാണുന്നുണ്ട്, 1 രൂപ പോലും അദ്ദേഹം മേടിച്ചിട്ടില്ല. അദ്ദേഹം വന്ന് അദ്ദേഹത്തിന് മാറിയതിന്റെ ഒരു റിവ്യൂ പോലെ ഒരു വ്ലോഗ് അദ്ദേഹത്തിന്റെ ചാനലിൽ ഇട്ടതും മാത്രമേ ഓർമ്മ ഉള്ളൂ. പിന്നെ അതങ്ങ് കത്തിക്കാളായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു ഏകദേശം ഒരു 1500-2000 സ്ക്വയർ ഫീറ്റിലായിരുന്നു ആദ്യം നമ്മുടെ ഒരു ക്ലിനിക്ക്. ഇദ്ദേഹത്തിന്റെ വ്ലോഗിന് ശേഷമാണ് അത്രയും ആൾക്കാർ വന്നതും. അതിന് ഇപ്പോഴും എനിക്ക് നന്ദിയുണ്ട് ബിനീഷ് ബാസിനോട്. ഞാൻ കല്യാണത്തിനൊക്കെ പോയിരുന്നു. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനെ വന്ന് ഒരു വ്ലോഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തില്ല, നിങ്ങളെ മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞാൽ പോയി. കല്യാണമൊക്കെ കൂടി നമ്മളിപ്പോഴും നല്ല സുഹൃത്തുക്കളാണ്.